ശാസ്ത്രദീപ്തി. ചെങ്കടലിനടിയിലൂടെയുള്ള ഇന്റർനെറ്റ് കേബിളുകൾ മുറിയുകയും അതുവഴി ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലെ ഇന്റർനെറ്റ് വിതരണം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്ത വാർത്തകൾ ചർച്ചയായിരുന്നല്ലോ. പിന്നീട് കമ്പനി ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചെങ്കടലിനടിയിലൂടെയുള്ള പ്രധാനപ്പെട്ട 20 കേബിളുകളിൽ 2 എണ്ണമാണ് തകരാറിലായത്. ഇവ തകർക്കപ്പെട്ടതോടെ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലൂടെയുള്ള 25% ഇന്റർനെറ്റ് വിതരണവും താറുമാറായി. എങ്ങനെയായിരിക്കാം നമ്മുടെ ഇന്റർനെറ്റ് വിതരണം നടക്കുന്നത്? കടലിനടിയിലൂടെയുള്ള കേബിളുകൾ വഴി എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത്? നാം ഒരു വിവരം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്റർനെറ്റിൽ പരതുമ്പോൾ അത് വാസ്തവത്തിൽ ഇരിക്കുന്നത് മൈലുകൾക്കപ്പുറത്തുള്ള അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ ഒരു ഡാറ്റാ സെൻറ്ററിലാണ്. അവിടെ നിന്നും അതെങ്ങനെയാണ് നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ എത്തിച്ചേരുന്നത്? സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നമുക്കത് സാധ്യമാക്കാം. ഡാറ്റാ സെൻറ്ററിൽ നിന്നും ഒരു ആൻറ്റിന വഴി അവ സാറ്റലൈറ്റിലേക്ക് അയക്കുകയും അവിടെ നിന്ന് നമ്മുടെ സമീപത്തുള്ള മറ്റൊരു ആൻറ്റിന വഴി നമ്മുടെ മൊബൈലിലേക്ക് സിഗ്നലുകളായി അവ എത്തിച്ചേരുകയും ചെയ്യുന്നു. പക്ഷേ സാറ്റലൈറ്റ് വഴിയുള്ള ഡാറ്റ വിതരണത്തിന് ചില പരിമിതികളുണ്ട്. ഡാറ്റാ സെൻറ്ററിൽ നിന്നും ഏകദേശം 22,000 മൈലുകൾ അകലെയായി സ്ഥിതി ചെയ്യുന്ന സാറ്റലൈറ്റിലേക്ക് ഇവ എത്തി പിന്നീട് വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് അവ എത്താനായി ഏകദേശം 44,000 മൈലുകൾ സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത്രയധികം ദൂരം താണ്ടേണ്ടതിനാൽ ഡാറ്റ വിതരണത്തിന് ധാരാളം സമയം വേണ്ടിവരുന്നു. ഇതിന് പരിഹാരമായാണ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് കേബിളുകൾ വഴി ഇന്റർനെറ്റ് വിതരണം സജീവമാകുന്നത്. അതായത് നമ്മുടെ മൊബൈലും ഡാറ്റാ സെൻറ്ററും ഒരു ഒപ്റ്റിക്കൽ കേബിൾ വഴി ബന്ധപ്പെടുത്തുക വഴി സാറ്റലൈറ്റ് വഴിയുള്ള കാലതാമസം ഒഴിവാക്കാൻ കഴിയും. ഇന്ന് ഏതാണ്ട് 99% ഇന്റർനെറ്റ് വിതരണവും നടക്കുന്നത് കേബിളുകൾ വഴിയാണ്. ഭൂമിയിൽ 2/3 ഭാഗവും കടലായതിനാൽ വിവിധ ഭൂഖണ്ഡങ്ങൾ വഴി ഇന്റർനെറ്റ് ശൃംഖല വിപുലപ്പെടുത്താൻ അതിലൂടെയുള്ള കേബിൾ കണക്ടിവിറ്റി വിപുലപ്പെടുത്തുക തന്നെ വേണം. നമുക്ക് ആവശ്യമായ വീഡിയോ ദൂരെയുള്ള ഒരു ഡാറ്റാ സെൻറ്ററിലാണെന്ന് നാം പറഞ്ഞല്ലോ. അവ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ അല്ലെങ്കിൽ SSD ആണ് ശേഖരിച്ചിരിക്കുന്നത്. അവ സെർവർ വഴിയാണ് ആവശ്യക്കാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. ഇനിയാണ് കാതലായ ചോദ്യം: ഈ വിവരങ്ങൾ ഈ സങ്കീർണമായ ഒപ്റ്റിക്കൽ കേബിൾ നെറ്റ്വർക്ക് വഴി എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? നാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണത്തിനും, ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ഫോൺ ആയാലും, ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. ഈ IP അഡ്രസ് ആവട്ടെ നമ്മുടെ വീടിൻ്റെ വിലാസം പോലെ തന്നെ നമ്മെ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് നമ്മുടെ വിലാസത്തിൽ കത്തെഴുതുമ്പോൾ നമുക്കത് കൃത്യമായി കിട്ടുന്നത് പോലെ നമ്മുടെ IP അഡ്രസ് വഴിയാണ് നാം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കുന്നത്. നമുക്കുള്ളതുപോലെ ഡാറ്റാ സെൻറ്ററിനും ഒരു IP അഡ്രസ് ഉണ്ട്. അവിടെ നിന്നുമാണ് മേൽപ്പറഞ്ഞ ഒപ്റ്റിക്കൽ കേബിളുകൾ വഴി പ്രകാശത്തിൻ്റെ വേഗതയിൽ നമുക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.